കോതമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.വി. തോമസിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ കോതമംഗലം എം.എൽ.എ. ആന്റണി ജോണിനും സിപിഐഎമ്മിനും എതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സിപിഐഎം കോതമംഗലം ഏരിയ സെക്രട്ടറി കെ.എ. ജോയ് ആവശ്യപ്പെട്ടു. അനാവശ്യമായി പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രചരണമാണ് കോൺഗ്രസും യു.ഡി.എഫും നടത്തുന്നതെന്നും കെ.വി. തോമസിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിച്ചത് എന്നുള്ളത് ദുഷ്പ്രചരണം മാത്രമാണെന്നും കെ.എ. ജോയ് പറഞ്ഞു. പ്രതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല. സംഭവം ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ പ്രതിക്കെതിരെ കർക്കശ നിലപാടാണ് സ്വീകരിച്ചത്. അടിയന്തരമായി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തുവെന്നും കെ.എ. ജോയ് പറഞ്ഞു. ബഹുമാനപ്പെട്ട എം.എൽ.എ. ആന്റണി ജോണിനെയും സിപിഎമ്മിനെയും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ കൗൺസിലിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന വേണ്ടാത്ത പ്രചരണം യു.ഡി.എഫും വിശേഷിച്ച് കോൺഗ്രസും 2-3 ദിവസമായിട്ട് അഴിച്ചുവിടുകയാണ്. ഇതിലവരുന്നയിക്കുന്ന പ്രശ്നം മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള കെ.വി. തോമസ് ഒരു കേസിൻ്റെ ഭാഗമായിട്ട് പ്രതിപട്ടികയിൽ വരുന്ന ഒരു നിലയുണ്ടായി. അയാളെ സംരക്ഷിക്കുന്ന സമീപനമാണ് എം.എൽ.എയും അതോടൊപ്പം തന്നെ കോതമംഗലത്തെ സിപിഎമ്മും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഞാൻ പറയാതെ തന്നെ അറിയാം. കേസിൽ പ്രതിയായ കെ.വി. തോമസിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും കോതമംഗലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഘടകത്തിനില്ല. ഈ സംഭവം ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം കേസിൽ പ്രതിയാണെന്നുള്ള വസ്തുത മനസ്സിലാക്കിയ ആ നിമിഷം തന്നെ വളരെ അടിയന്തരമായി കർക്കശമായിട്ടുള്ള നിലപാടാണ് പാർട്ടി അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിക്കെതിരെ സ്വീകരിച്ചത്. വളരെ അടിയന്തര സ്വഭാവത്തോടു കൂടി അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി ഞാൻ തന്നെ അറിയിപ്പ് പൊതുസമൂഹത്തിന് നൽകുകയുണ്ടായി. ഒരു വിശദീകരണം പോലും ചോദിക്കാതെയാണ്. കാരണം ഈ കേസിൻ്റെ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ടാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുനിസിപ്പൽ കൗൺസിലർ സ്ഥാനം അത് തുടരുന്നത് ശരിയല്ല, ധാർമ്മികതയ്ക്ക് ശരിയല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിലപാട് ആ രംഗത്തും കർക്കശമായി സ്വീകരിച്ചതിൻ്റെ ഭാഗമായി വളരെ വേഗതയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് എഴുതി മേടിക്കുകയും അത് നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറിക്ക് അവധി ദിവസമായതുകൊണ്ട് വെച്ച് താമസിപ്പിക്കേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെയിൽ ചെയ്യുന്ന ഒരു നിലയുണ്ടായി. ബഹുമാനപ്പെട്ട എം.എൽ.എ. ആന്റണി ജോൺ രാജിവെക്കണമെന്നുള്ള തെറ്റായിട്ടുള്ളൊരാവശ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയുണ്ടായി. ആന്റണി ജോണാണെങ്കിൽ കോതമംഗലത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയത്തിനതീതമായിട്ട് കോതമംഗലത്തെ പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം. എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങളാണ്, ഞാൻ ആലങ്കാരികമായിട്ട് പറയുമല്ല. നാനാവിധത്തിൽ ആരോഗ്യമേഖല, അടിസ്ഥാന സൗകര്യ മേഖല, പൊതുശ്മശാനത്തിൻ്റെ സൗകര്യങ്ങൾ, നമ്മുടെ സ്കൂളുകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ എന്ന് വേണ്ട ചികിത്സാ സഹായങ്ങളടക്കം ഗവൺമെൻറ്റിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ റെക്കോർഡാണ് കോതമംഗലം അസംബ്ലി മണ്ഡലത്തിൽ നമ്മുടെ എം.എൽ.എ. സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പ്രതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത എം.എൽ.എക്കില്ലല്ലോ, ഞങ്ങൾക്കില്ലല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണ കവചം തീർത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം. ഞങ്ങളങ്ങനെ ചെയ്യുന്ന പാർട്ടിയല്ല. എന്നാൽ സമീപത്തുള്ള 2 അയൽവക്ക മണ്ഡലങ്ങളിലെ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളായിട്ടുള്ള എം.എൽ.എമാർ സ്വീകരിച്ചുള്ള സമീപനം എന്താണ്? ഒരു പോക്സോ കേസ് പ്രതി പോത്താനുകാടുണ്ടായി. അയാളെ സംരക്ഷിക്കേണ്ട ഒരു നേതൃത്വം ഏറ്റെടുക്കുന്ന നിലയല്ലേ ആ ഭാഗത്തെ എം.എൽ.എ. സ്വീകരിച്ചത്? തൊട്ടപ്പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള പെരുമ്പാവൂർ അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം.എൽ.എ. സ്ത്രീ പീഡന കേസിൽ നേരിട്ട് പ്രതിയാണ്, കേസ് കൊടുക്കുമല്ലേ. ഇവരാരെങ്കിലും രാജിവെക്കാനായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? കോൺഗ്രസും യു.ഡി.എഫും മറുപടി പറയണ്ടേ? ഇത്
പാർട്ടിയെയും ബഹുമാനപ്പെട്ട MLA-യെയും ഇനിയും ഈ രൂപത്തിൽ ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ കോലത്തെ പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനവും നല്ല നിലയ്ക്ക് തന്നെ പ്രതികരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടാണ്. ഇപ്പോൾ വരാൻ പോകുന്ന മുനിസിപ്പൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട്. നിങ്ങളുടെ അജണ്ട ഏതാണ്? അതിനുശേഷം അടുത്ത വർഷം 2026 മെയ് മാസം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് ലാഭേച്ഛ നിങ്ങൾ മുന്നിൽ കാണുവാണ്, ലാഭക്കണ്ണ് മുന്നിൽ കാണുവാണ്. ഒരു സംശയം വേണ്ട, ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. കോതമംഗലത്തെ നഗരസഭയടക്കം പഞ്ചായത്ത് ഭരണ സംവിധാനം അടക്കം ഒരു സംശയം വേണ്ട, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കീഴിലേക്ക് വീണ്ടും വരും. അടുത്ത മെയ് മാസം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഹാട്രിക് വിജയം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കോതമംഗലത്തുണ്ടാവും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു ചിന്തയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പം കിട്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾ രാഷ്ട്രീയ ദുഷ്ടലാക്ക് മുറുകെ പിടിച്ചുകൊണ്ടുള്ള അപഹാസ്യ സമരങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുവാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഞങ്ങൾ സത്യസന്ധമായി സദാചാരപരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സദാചാര അംശങ്ങളും ധർമ്മങ്ങളും ഉയർത്തിപ്പിടിക്കാൻ അർഹതയുണ്ട്? നിങ്ങളുടെ അണികൾ ചോദിച്ചു തുടങ്ങിയിട്ടില്ലേ? അതുകൊണ്ട് അനാവശ്യ സമരങ്ങൾ ഒഴിവാക്കി ബഹുമാനപ്പെട്ട MLA-യെയും ഇവിടുത്തെ പാർട്ടിയെയും മുനിസിപ്പൽ ഭരണ സംവിധാനത്തെയും, തെറ്റ് ചെയ്തവൻ ഉപ്പ് തിന്നുന്നവനൊക്കെ വെള്ളം കുടിക്കും, അതിൻ്റെ ഒന്നും പുറം പാർട്ടിക്ക് നേരമില്ല. ഇനിയും ആ സമീപനം തന്നെയായിരിക്കും. അതുകൊണ്ട് അനാവശ്യമായിട്ട് MLA-യെയും ഇവിടുത്തെ പാർട്ടിയെയും വലിച്ചടയ്ക്കുന്ന സമീപനത്തിൽ നിന്ന് പക്വതയുണ്ടെങ്കിൽ, പാകതയുണ്ടെങ്കിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ UDF-ൻ്റെ നേതൃത്വവും പുനർചിന്തയ്ക്ക് വിധേയമാക്കണം എന്നാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്.